പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സങ്കീർത്തനം 55 അധ്യായം അതിൻ്റെ 16 17 നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ കഴിയും. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്നൊരു ദൈവമാണ്. എൻ്റെ നിരാശയെ കാണാതെ വണ്ണം, എൻ്റെ ബുദ്ധിമുട്ടുകളെ കാണാതെ വണ്ണം, ഞാൻ അനുഭവിക്കുന്ന എൻ്റെ പ്രതികൂലത്തെ കാണാതെ വണ്ണം മുഖം മറച്ചു കളയുന്ന ഒരു ദൈവത്തെയല്ല ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കുമൊക്കെ ഞാൻ എൻ്റെ സങ്കടം ദൈവത്തോട് പകരുമ്പോൾ എനിക്ക് വേണ്ടി ഉത്തരമരുളുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് സങ്കീർത്തനക്കാരൻ തൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മോട് അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഏതുമാകട്ടെ, ഒരുപക്ഷെ നിങ്ങളെ മനസ്സിലാക്കേണ്ട പലരും നിങ്ങളെ മനസ്സിലാക്കാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മോട് അറിയിക്കുകയാണ്, നിന്റെ സങ്കടത്തെ കാണുന്ന, എൻ്റെയും നിങ്ങളുടെയും മനോവിഷമങ്ങളെ അറിയുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ശക്തനാണ്. അങ്ങനെയെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല, ഭാരപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രതിസന്ധികളിൽ, നിങ്ങളുടെ പ്രതികൂലത്തിൻ്റെ നടുവിൽ, നിങ്ങളുടെ നിരാശകളുടെ നടുവിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ, നിങ്ങളുടെ മാതാപിതാക്കളോ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ ആരും നിങ്ങളെ മനസ്സിലാക്കാതെ പോകുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉത്തരമരുളുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഉണ്ടാകട്ടെ. സങ്കീർത്തനക്കാരൻ തൻ്റെ നിരാശയുടെ വേളകളിൽ, തൻ്റെ പ്രതികൂലത്തിൻ്റെ വേളകളിൽ താൻ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഭാരപ്പെട്ട സമയത്ത് താൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ തനിക്ക് വേണ്ടി ഉത്തരമരുളിയൊരു ദൈവം, ഹല്ലേലൂയ, തനിക്ക് വേണ്ടി ഇറങ്ങി വന്നൊരു ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം, എനിക്ക് ഉത്തരമരുളിയ ദൈവം നിങ്ങൾക്കും ഉത്തരമരുളുവാനിടയായി തീരും. ഭാരപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് നടുവിൽ കർത്താവ് ഉത്തരമരുളുവാനിടയായി തീരും. നിങ്ങൾക്കറിയുന്ന ഈ കണ്ണുനീരിന് ഒരു മറുപടിയുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതികൂലത്തിന് ഒരു ഉത്തരമുണ്ട്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ദൈവം എൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റും. ഞാൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും ദൈവം മാറ്റുവാനിടയായി തീരും. ഉത്തരമില്ല എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പലതിനും ദൈവം ഉത്തരം തരുവാനിടയായി തീരും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ദൈവം നിന്റെ വിഷയത്തിൽ മറുപടി അയക്കും.